ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ലാമിക്കുട്ടിനെ കൊണ്ടുവന്ന് പുറത്ത് പോവുക കേട്ടോ. ലാമിക്കുട്ടിൻ്റെ താത്താക്ക് പല്ലുവേദനയായിട്ട് കാണിക്കാൻ പോവുകയാണ്. എന്തായാലും എങ്ങോട്ടെങ്കിലും പുറത്ത് പോകുമ്പോൾ ലാമിക്കുട്ടി മുന്നിലുണ്ടാവുമല്ലോ. ലാമിക്കുട്ടിയെ കേട്ടപാട് ഓടുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുങ്ങി ലാമിക്കുട്ടിൻ്റെ ഇത്താത്തയും കാക്കയും ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണേ. ഇവിടെ മോനെ വേഗം പിടിക്കാൻ ചെരുപ്പ് കഴിപ്പിടി നടന്നിട്ട്. എന്താ ഇവിടെയാണ് കേട്ടോ നമുക്ക് കാണിക്കേണ്ട സ്ഥലം. ഇനി ലാമിക്കുട്ടിയുടെ കുൽസിതങ്ങളാണ് കേട്ടോ നമ്മളീ കാണുന്നത്. എവിടെ ചെന്നാലും പിന്നെ ലാമിക്കുട്ടി അടങ്ങി നിൽക്കില്ല. അങ്ങനെ നമ്മൾ കാണിച്ച് പുറത്തിറങ്ങിക്കണേ. അതാ ഫാർമസിയിലേക്കുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഇവിടുന്ന് മരുന്ന് വാങ്ങിയിട്ട് വേണം പോകാനെങ്കിൽ. അവിടെ അപ്പുറത്തിരുന്നിട്ടൊരു കുട്ടി കരയുന്നുണ്ട് കേട്ടോ, ചെറിയൊരു കുട്ടി. ലാമിക്കുട്ടി അതിനെ കളിയാക്കിയത് അപ്പോൾ കണ്ടതേ. ഓളൊരു വലിയൊരു ഇത്താത്ത. പിന്നെ എവിടെ ചെന്നാലും നിലത്ത് നിൽക്കുക എന്നുള്ളത് ലാമിക്കുട്ടിൻ്റെ പോളിസി അല്ല കേട്ടോ. ലാമി എവിടെയും വെറുതെ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവിടെയൊക്കെ ഓടി നടക്കുക, എല്ലാ മുക്കിലും മൂലയിലും. ഇപ്പം എങ്ങോട്ടേക്ക് പോകണമെന്ന് ആർക്കറിയാം. മേലെ നിന്ന് എവിടുന്നോ ടാങ്ക് നിറഞ്ഞിട്ട് വെള്ളം തെറിക്കുന്നുണ്ടേ. കണ്ടിട്ട് എവിടുന്നാണ് ഈ വെള്ളം വരുന്നതെന്ന് നോക്കുക. ഇനി ഇതാ എൻ്റെ കയ്യും പിടിച്ച് വലിച്ച് ഇങ്ങോട്ടാണെന്നൊന്നും നിശ്ചയമൊന്നുമില്ല. അവളങ്ങനെ വലിക്കുന്നുണ്ട്, ഞാൻ കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുരങ്ങന്മാരെ കണ്ടിട്ട് അന്തം വിട്ട് നോക്കിക്കേട്ടോ. കാണിച്ചരേ, ലാമി നോക്കിക്കൊള്ളിട്ടോ. എന്താ സംഭവം നോക്കി പിടുത്തം കിട്ടിയില്ല. അവൾ ആദ്യമായിട്ടാണ് തോന്നുന്നു കുരങ്ങനെ കാണുന്നത്. എന്താ ലാമി നോക്കുന്നേ? എങ്ങനെ പിന്നെ ഇത്താത്താനെ മരുന്ന് വാങ്ങാൻ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വെയിലില്ലാത്തൊരു സ്ഥലം നോക്കി ഇരിക്കാൻ വേണ്ടി വന്നതാണേ. അവിടെ കൂട്ടിലെ ലവ് ബേഡ്സിനെ കണ്ടിട്ട് ലാമിക്കുട്ടീൻ്റെ കിളിയാകെ പൊയ്ക്കുന്നത് തോന്നുന്നുണ്ട്. ഈ കിളികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതാ ഇരിക്കുന്നിടത്ത് നൂരി ഇറങ്ങുന്നുണ്ട്. അയ്യോ, വേദനയായില്ലേ ലാമി? ഒറ്റ അതെ, ഒതുങ്ങിയിരിക്കുക. ഒരു സെക്കൻഡ് ഒതുങ്ങിയിരിക്കാൻ അറിയൂല. അതാണ് ഈ ഇറങ്ങി നടക്കുന്നതേ. അങ്ങനെ ലാമിക്കുട്ടി കയറി പോവുകയാണ് ലവ് ബേഡ്സിനെ ശരിക്കും കാണാനും ലവ് ബേഡ്സിനോട് ടാറ്റ പറയാനൊക്കെ. ടാറ്റ കൊടുത്താളെ, ടാറ്റ. മതി, പോവട്ടോ. ഇനി പിന്നെ കാണാം ലവ് ബേഡ്സിനെ. അങ്ങനെ ഇതാ നമ്മൾ ലാമിക്കുട്ടീൻ്റെ കുൽസിതങ്ങളൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ജ്യൂസും പിസയാണ് എല്ലാവരും കഴിക്കുന്നത്. ഇക്കാക്കൊക്കെ നല്ല അടിച്ച് കയറ്റി വിട്ടു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ബസ് കയറിയതാട്ടോ. ജാമിൻ്റെ മുന്നിൽ കൂടെ വരുമ്പോൾ ചെറിയൊരു സങ്കടം, ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ഇങ്ങനെ ബസ്സിൽ കയറിയിരുന്ന പാടെ ലാമിക്കുട്ടി അടുത്ത കുൽസിതം തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, കാലൊക്കെ കയറ്റി എവിടെയൊക്കെയാണ് വെച്ചിരിക്കണമെന്ന്. അങ്ങനെ ചാനലിൻ്റെ പേര് ചിലപ്പോൾ മാറ്റേണ്ടി വരും. ലാമിക്കുട്ടിയുടെ കുൽസിതങ്ങൾ എന്ന് ഇനി ചാനലിൻ്റെ പേരിടേണ്ടി വരും.
എടുത്ത് കാണാൻ പോകുന്നത് ലാമിൻ്റെ വേറൊരു മുഖം കേട്ടോ. വെറുതെ ഒരു കാര്യമില്ലാതെ കുറുമ്പട്ടിക്കറിയാത് ബസ്സിൽ നിലത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ നമ്മളിതാ ബസ് ഇറങ്ങി ടൗണിൽ വന്നിട്ടുണ്ട്. ഇക്കാക്ക ലാമിക്കുട്ടിക്ക് പഫ്ക്കി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോയതാട്ടോ. ഇങ്ങനെ സംഭവ ബഹുലമായ യാത്രയ്ക്ക് ശേഷം നമ്മൾ വീട്ടിൽ പോവുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലാമിക്കുട്ടീനെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.